ആരാടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതുകൊള്ള എന്റെ ഭിത്തിയെ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ചോ പോരാ, ഞാൻ ഇനി അതിന് കാവലും നിൽക്കണം. തന്നോടല്ല ചോദിച്ചത്. എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി പിടിക്കാണെന്ന് അറിയോ? ഏതാണ് എത്ര സോക്കേട്? നീയൊക്കെ എന്നോട് എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതേടാ, ഇപ്പൊ ഒന്ന് കീറി. അതിനിപ്പോ എന്ത് വേണം? എടാ, ആ പണിക്കര് മുതലാളിയുടെ അലവലാതി സന്തതി തീർത്തനുണ്ടല്ലോ മുരളി, അവന്റെ പിൻബലം ഉണ്ടെന്ന് വെച്ച് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ, അടിച്ചവന്റെ ഒക്കെ മോന്നൽ ഷേപ്പ് ചെയ്യാൻ പറ്റുകളി. നീ അടിക്കുവാടാ. അങ്ങനെ ഒരുത്തനെ പിടിച്ചീർത്തി അടിക്കണ്ട. അന്തസ്സുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റ കടിയടാ. അമുക്കുകളെ സംഗീത പമകരി തങ്കത്തുങ്ക തതിങ്കിണ ധിംഗൃത ധിമികിട ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചീറാൻ നീയാരാടാ? രാജാവിന്റെ മോനിലെ വിൻസെന്റ് തോമസാ. അങ്ങനെ ഒട്ടിക്കടാ, ഒട്ടിക്കടാ. അവന് പശ കൊടുക്കടാ. കൊടറാ അവന്. തേക്കടാ, തേക്കടാ, തേക്കടാ. അങ്ങനെ അല്ല, വൃത്തിയായിട്ട് തേക്ക്. തേക്കണം. ഇങ്ങനെയുണ്ട്, മതിയാ? ഒട്ടിക്കടാ, നേരെ ഒട്ടിക്കടാ. ഇത് മറന്നു പോരുത് കേട്ടാ. നിനക്കൊന്നും പറ്റില്ല. എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ? ഒന്നല്ലോ മഹാത്മാഗാന്ധി, അവന്മാര് പോക്കത്തരം കാണിച്ചാൽ പോരാ, പിന്നെ എന്നെ അവരെ തല്ലും കൊള്ളണം. അതോ എടാ, ഇത് നിന്നോടൊരു കാര്യം പറയാൻ വന്നാണ് ഞാൻ. മറന്നു. വാ എല്ലാരും വാ. എടാ, പണിക്കര മുതലാളിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പെണ്ണ് രേഖയും തമ്മിലുള്ള പോക്കത്ര ശരിയാണ്? അവൾ എന്ത് വേണേ ആയിക്കോട്ടെ, ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാ പിന്നെ അവക്കിട്ട് എന്റെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട, അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാ മതി. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നു അച്ഛൻ അറിഞ്ഞാ തീർന്നു. നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി, യാതൊരു വിവരവും ഇല്ല. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. അതെല്ലാം കണ്ട് വാ 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 വാ, എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്, നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം. നീ വരുന്നു? വരുന്നു. കായുണ്ടോ കയ്യിൽ? ഇനി ഇപ്പൊ കായ ഉണ്ടെങ്കിൽ ഞാനില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ? സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ, ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റില്ലല്ലോ. എടാ ഹമിക്കേ, ആണുങ്ങൾ വഴി തെറ്റിയ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തടാവൂ. ആ കായിന്റെ അരിപ്പ് അങ്ങനെ വഴിയുണ്ടാക്കാം. അങ്ങനെ അട്ടപ്പടലേ എന്ന് പറയട്ടെ. എടാ, മറ്റേ കൊല കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, നീ താഴെ ഇറങ്ങി. അത് ഇളം കൊല. ഇതുകൊണ്ടെന്നാ ചെയ്യാനാ? ഇതൊക്കെ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറയാം, കൈ കാശിലാവുമ്പോ ഒലച്ചു കൊടുക്കല്ലടാ. എടാ, ഇറങ്ങി പോരെ. ഒന്ന് പിടിച്ചു. 1 2 3 ഒന്ന് നിർത്തടാവ്. എണ്ണത് ഇവിടെ വെള്ളം കുടിക്കാൻ കായില്ലായിരിക്കും. എടാ, നിങ്ങൾ പോയിട്ട് വരുമ്പോഴേ എനിക്ക് തിന്നാൻ കുറച്ച് ഞാഞ്ഞൂല് പോലത്തെ സാധനം. എന്താണ് ഹരി അത്? നൂഡിൽസ്. അഡിൽസ്, അത് തന്നെ. അത് കുറച്ച് മേടിച്ചു. വരുന്നില്ല? ഞാനില്ല, ഞാൻ ഒരു പ്രാവശ്യം പട്ടണത്തിൽ പോയിട്ടുള്ളൂ. അന്ന് ബാപ്പാടെ കൈവരലുമെന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട്. പിന്നെ ഉമ്മാടേയും ബാപ്പാടേയും ഭീമാപ്പള്ളിയിലൊക്കെ ഉള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരൻ അമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ, എന്തിനാ നീ പേടിക്കുന്നേ? ഞാനില്ല, നമുക്ക് വേണമെങ്കിൽ പറൂര് പോവാം. ഓടാ വേണ്ട. ഇവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാസത്തിലല്ലേ, അതിന് പറവൂര് പോകുന്നതിനാ? നീ വാ. ഞാനില്ല, എന്തായാലും ഞാനില്ല. നിങ്ങൾ പോയിട്ട് വാ. ടാറ്റ ടാറ്റ. ടാറ്റ.
പതിനാല് നില പടച്ചോനെ, ഞാൻ വിചാരിച്ച ലോകത്തിലെ ഏറ്റവും വലുത് നമ്മുടെ പണിക്കര് മുതലാളുടെ ബംഗ്ലാവായിരിക്കും എന്നാണ്. ഇത് കണ്ട, ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടില്ലേ എന്ത്? ഞാനും ബെന്നിയുടെ ബാറിൽ കയറി വെള്ളം ഒഴിച്ച് വരും. ഏയ്, എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്ന് പറയുന്നത്. പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞെന്ന് പറയരുതെന്ന് എഴുതിയിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്നല്ല, പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. നിർത്തറ അവിടെ പത്രം ഓഫീസ് അടയ്ക്കും. വേമ്പോ നടക്കട കഴുത. അതോ വിടില്ല, കൂട്ടം തെറ്റും. പട്ടണത്തിലെ നടുറോട്ടിൽ നിന്ന് ഇടറോട്ടിലോട്ട് കയറിയപ്പോ ഒരു സർവത്ത് കുടിച്ച ആശ്വാസം. ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ച് ആവാനാവുന്നു. ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കത്ത പത്ര ഓഫീസിലേക്ക്. ആ, ഇതല്ലേ പത്ര ഓഫീസ്? അമ്മോ, എടാ, ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല. അവിടെ അവളുടെ വാപ്പേ ആങ്ങളമാരുണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും. എടാ കഴുതേ, വാപ്പ പണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പോഴേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ചു നടന്നാ എങ്ങനെ ഇരിക്കും? അക്ഷരാഭ്യാസം വേണം. നീ പോടാ പേട്ടാസറാണി. എടാ കാമിനി എന്നുള്ള ഈ ഭാര്യയുടെ പേരാ. എന്ത് അൽഗുലത്തായാലും ശരി, ഈ പെണ്ണുങ്ങളുടെ കേസ് കെട്ടിന് ഞാനില്ല. അടി കൊള്ളാനുള്ള ശേഷി എനിക്കില്ല. തന്നെയല്ല, ഞാൻ ഈയിടെയായിട്ട് ഒരു രസായനം കഴിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാ. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി അന്വേഷിച്ചു. ഒറ്റക്കുന്ന കൂട്ടം തെറ്റും. ഒരു കാര്യം ചെയ്യാം, നീയും ബെന്നിയും ഇവിടെ നിൽക്കും, ഞങ്ങൾ പോയിട്ട് വരും. ഉണ്ണിയുടെ ആത്മാവല്ലടേ കീറി കിടക്കുന്നത്, അതും ചവറ്റുകൊട്ടയില്. പച്ചപ്പാതിരാക്കി തേങ്ങയും മൂട്ടിച്ച് കായും മുടക്കി ജീവനും പണയം വെച്ച് ഇവിടെ വന്ന് ഈ നട്ടം തിരിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന. എടാ, നിന്റെ കവിത ചവറ്റുകൊട്ടേന്ന് കിട്ടിയതാ. എന്നാലും എന്റെ മോനെ, നിന്റെ ഗതി ഇതായി പോയല്ലടാ. ഒന്ന് പോടാ. ഇത് കണ്ടോ, എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നിരിക്കുന്നു. അത് വല്ല ചങ്ങമ്പുഴന്റെ കവിതയായിരിക്കും. അങ്ങേരുടെ കവിത എടുത്ത് പാരിക്കിട്ട് കീറാവല്ലോ. ചോദിക്കാനും പറയാനും അങ്ങേരില്ലല്ലോ, മയ്യത്തായി പോയി.